ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് മിസ്ബാൻ. സയൻസ് ടെക്കിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള SSLC എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈദ്യുത കാന്തിക ഫലം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ള സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാപ്റ്റർ 2ൻ്റെ പാർട്ട് 1 ക്ലാസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോളിനോയിഡ് ആണ്. എന്താണ് ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലും അതിൽ നമ്മൾ പറയുന്നത് സോളിനോയിഡ് എന്ന് തന്നെയാണ് മലയാളത്തിലും നമ്മൾ പറയുന്നത്. അപ്പം എന്താണ് സോളിനോയിഡ് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത കമ്പിയെ നമുക്ക് എന്ത് പറയാം? സോളിനോയിഡ് എന്ന് പറയാം. എന്താണ് സർപ്പിളാകൃതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ വൗണ്ടഡ് ബൈ ദ ഷേപ്പ് ഓഫ് ഹെലിക്സ്. ഒരു ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുക്കുന്ന ഒരു ഇൻസുലേറ്റഡ് വയറിനെ പറയുന്ന പേരാണ് സോളിനോയിഡ്. എന്താണ്? ഒരു ഇൻസുലേറ്റഡ് വയർ ആയിരിക്കും. എങ്ങനത്തെ കവചിത കമ്പിയായിരിക്കും ഇൻസുലേറ്റഡ് വയർ എന്ന് പറയുന്നത്. അതിന് ഏത് രീതിയിലാണ്? ഹെലിക്കൽ ഷേപ്പിൽ സർപ്പിളാകൃതിയിൽ ചുറ്റിയെടുത്താൽ അതിനെ പറയുന്ന പേരാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അതും ശരി. അപ്പം ഈ സോളിനോയിഡിനകത്ത് കറണ്ട് പോകുമ്പോൾ അവിടെ കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാകും എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുന്നേ നമ്മൾ കുറച്ചൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ഒരു ഫിഗർ ഇങ്ങനെ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു സോളിനോയിഡിൽ ഒരു മാറ്റം വരുന്നുണ്ട്. അതിനെ പറ്റിയൊക്കെയാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. നോക്കിക്കേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്രദക്ഷിണ ദിശയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്രദക്ഷിണ ദിശയിലേക്ക് കറണ്ട് ഒഴുകുന്നുവെങ്കിൽ അവിടെ നടക്കുന്ന എന്താ പറയാൻ പോകുന്നത്? അവിടുത്തെ പൊളാരിറ്റി, അവിടുത്തെ ധ്രുവത എന്ത് എന്നാണ് പറയാൻ പോകുന്നത്. നോർത്ത് ആണോ സൗത്ത് ആണോ എന്നാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാനായിട്ട് പോകും. നോക്കിക്കേ, ഇനി അടുത്ത ഞാൻ ഇതാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിക്കേ, കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എങ്കിൽ അതിന്റെ പ്രദക്ഷിണ ദിശ അല്ലെങ്കിൽ അതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? സൗത്തിലേക്കായിരിക്കും അതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത്. സൗത്ത് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയും? ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും, ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ സൗത്ത് പോളിലേക്കായിരിക്കും അതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പൊളാരിറ്റി എങ്ങോട്ടാണ്? കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് സൗത്ത് ആയിരിക്കും. പൊളാരിറ്റി സൗത്ത് ആണ് എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണ ദിശയിലാണ് കറണ്ട് ഒഴുകുന്നുവെങ്കിൽ അതിൻ്റെ ധ്രുവത വരുന്നത് എങ്ങോട്ടായിരിക്കും? ദക്ഷിണ ധ്രുവത്തിലായിരിക്കും. അപ്പോൾ ദക്ഷിണ ധ്രുവവും അതോടൊപ്പം തന്നെ ഉത്തര ധ്രുവവും തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നൊക്കെ പറയുന്നതിനെ പറ്റി നമുക്ക് എന്തില്ല, ഒരു ഐഡിയ ഇല്ല അല്ലേ. അപ്പം അത് എന്ത് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം. നമുക്കറിയാം എന്താണ് ന്യൂസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾ എങ്ങനെയാ ന്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാമോ? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. മനസ്സിലായോ? ചിലവർക്ക് ഇതെന്തായിരിക്കും ഒരു പുതിയൊരു അറിവായിരിക്കും അല്ലേ. ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ന്യൂസ് പേപ്പർ അപ്പോൾ എന്തായിരിക്കും? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, പാസ്റ്റ് ആൻഡ് പ്രസന്റ് എവരി റീജിയൻ. അതാണ് ന്യൂസ് പേപ്പർ, നമ്മൾ മോർണിംഗിൽ കിട്ടുന്ന ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ന്യൂസ് പേപ്പർ എന്ത് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കണം. അപ്പോൾ ഈ ന്യൂസിനെ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നു. അപ്പം ന്യൂസിനെ എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ അങ്ങ് എഴുതും. അപ്പോൾ തെറ്റിപ്പോണ്ട. എന്താണ്? NEWS. ഈ ഒരു കേസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്നത് ജിയോഗ്രഫിയുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഒരുപാട് യൂസ്ഫുൾ ആകും. ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നോക്കിക്കേ, നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. ശരിയല്ലേ? നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തര ധ്രുവം. എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ ദക്ഷിണ ധ്രുവം. അതോടൊപ്പം തന്നെ ഈസ്റ്റും ഉണ്ട്, വെസ്റ്റും ഉണ്ട്, കിഴക്കുമുണ്ട്, പടിഞ്ഞാറുമുണ്ട്. നോക്കിക്കേ,
കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ് എങ്കിൽ എന്തായിരിക്കും അതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സൗത്ത് അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവമായിരിക്കും. അപ്പം അങ്ങനെയെങ്കിൽ ഈ കറണ്ട് ഇത് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി, ഈ ഒരു പടം മനസ്സിലായാലോ? കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ധ്രുവത എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും അതിന്റെ ധ്രുവത വരുന്നത്? ദക്ഷിണ ധ്രുവത്തിലായിരിക്കും, അല്ലെങ്കിൽ സൗത്ത് പോളിലായിരിക്കും അതിന്റെ പൊളാരിറ്റി വരുന്നത്. അപ്പം സെയിം കൺസെപ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. ആന്റി ക്ലോക്ക് വൈസ് ആണ് എങ്കിൽ അതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഉത്തര ധ്രുവമായിരിക്കും. നോക്കിക്കേ, ആ ഒരു ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വരയ്ക്കാം. ശരിയല്ലേ? എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്? നോർത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഇത് നോക്കിക്കേ, ഇതിന്റെ എല്ലാം ഇത് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെതായ സെയിം ഡയറക്ഷനിലേക്കായിരിക്കും ആര് വരുന്നത്? ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എങ്കിൽ ഇത് എന്തായിരിക്കും? പൊളാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. ഇതിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് സൗത്ത് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ 3 ഫിഗറും ഒരു പേജിന്റെ ഒരു അടുത്തടുത്തായിട്ട് തന്നിട്ടുണ്ടല്ലേ? ഫിഗർ എത്രയാണ്? ഫിഗർ 2.8 ABC എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫിഗർ എന്താണ്? 2.8 ABC. അപ്പോൾ ടെക്സ്റ്റ് ഇല്ല എങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സെക്ഷൻ നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. എക്സാമിന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എങ്കിൽ അവിടുത്തെ ധ്രുവത പൊളാരിറ്റി എങ്ങോട്ടായിരിക്കും? സൗത്തിലേക്കായിരിക്കും, ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? നോർത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിലേക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സോളിനോയിഡിന് ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ച് കറണ്ട് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? മാറ്റുന്നു. ഇത് മാറ്റിയതിന് ശേഷം ഈ ഒരു സെയിം സോളിനോയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഒരു കറണ്ട് കൊടുക്കുകയാണ്. ഈ സോളിനോയിഡിന് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിയൊക്കെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ടാകുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ എന്നാണ് ഞാൻ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സോളിനോയിഡ് ആണ് എന്ന് അറിയാം. ഞാൻ ജസ്റ്റ് ഈ ഒരു ഫിഗറും ഇതിൻ്റെ ഒരു സെക്ഷൻ എഴുതിയിരുന്ന സോളിനോയിഡ് എന്ന് എഴുതിയിരിക്കുന്ന വായിച്ചു. എന്ത് ചെയ്യുന്നറിയാമോ? ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെയും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. കണ്ടോ? ഇതെന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്, ഡോട്ടഡ് ലൈൻസിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമ്മൾ ഒരു പേരിലാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഇത് എന്തിന്റെ പേരിൽ അറിയപ്പെടുന്നു? ഇതിന് കറണ്ടും കൂടെ കൊടുത്താൽ ഇതിനെ അറിയപ്പെടുന്ന പേര് ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പോൾ ഇതിന്റെ പേരെന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനറിയപ്പെടുന്ന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് അറിയപ്പെടും. നോക്കിക്കേ, ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്നറിയപ്പെടുന്നത് ഈ ചാപ്റ്ററിന്റെ തുടക്കം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഇതിന്റെ പറയുന്ന പേരെന്താണ്? അപ്പോൾ ഇതിന് വേറൊരു പേരിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുന്നു, സോളിനോയിഡ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിനെ പറയുന്ന പേരെന്താണ്? സോളിനോയിഡ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു കമ്പാരിസൺ ആണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നത്. ഇത് മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യവും കൂടെ ഞാൻ ഇതിനകത്തൊരു സോഫ്റ്റ് ആൻഡ് കോർ അല്ലെങ്കിൽ വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കട്ടെ, അല്ലെ സോഫ്റ്റ് ആൻഡ് കോർ വേണ്ട. ഉദാഹരണത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലൈൻസ് എല്ലാം പോകുന്നില്ലേ? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്? നോർത്ത് പോളാണ്, ഇവിടെ സൗത്ത് പോളാണ്. ഇവിടെ എന്തുണ്ട്? ഒരു നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ ഒരു സൗത്ത് പോൾ ഉണ്ട്. പുറത്ത് എന്താണ്? നോർത്ത് ടു സൗത്ത്, അകത്ത് എന്താണ്? സൗത്ത് ടു നോർത്ത്. സോളിനോയിഡിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്ത് ചെയ്തത് പറഞ്ഞത്. ഈ കാന്തിക മണ്ഡലം ഇതിന്റെ പുറത്ത്, സോളിനോയിഡിന്റെ പുറത്ത് എന്താണ്? നോർത്ത് ടു സൗത്തിലേക്കായിരിക്കും ഇതിന്റെ കാന്തിക വലയങ്ങൾ പോകുന്നത്. സോളിനോയിഡിനകത്ത് അല്ലെങ്കിൽ ഈ സർക്കിളിനകത്ത്, സോളിനോയിഡിനകത്താണെങ്കിൽ സൗത്ത് ടു നോർത്തിലേക്കാണ് പോകുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇതിനകത്ത്. ഇതെങ്ങോട്ടാണ്? ഇതിന്റെ പുറത്ത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്തിരിക്കണം? നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം. അതിന് യാതൊരു
ഡൗട്ടും വരാതെ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഇതിൻ്റെ പുറത്താണ് എന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്, നോർത്ത് ടു സൗത്ത് ആണ്. അപ്പം ഈ സോളിനോയിഡിനകത്ത് ആണ് എങ്കിൽ അത് എങ്ങോട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, സൗത്ത് ടു നോർത്തിലേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അത് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മറന്ന് പോകരുത്. അത്ര നന്നായിട്ട് എന്ത് ചെയ്യണം, അക്കാര്യം പഠിച്ചിരിക്കുകയും വേണം. അതിന് മുമ്പേ ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു സോളിനോയിഡിന് അല്ലെങ്കിൽ ഒരു സോളിനോയിഡിൻ്റെ അല്ലെങ്കിൽ കാന്തശക്തി വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദിച്ചത്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് എന്തെല്ലാം കാര്യം നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു സോളിനോയിഡിൽ അല്ലെങ്കിൽ ഒരു കാന്തിക ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യണം എന്നുള്ളതാണ് ഓരോ പോയിന്റ് ആയിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണം, ഒന്ന് എന്ത് ചെയ്യണം, കറണ്ടിന്റെ അളവ് കൂട്ടണം. എന്താണ്, വൈദ്യുതി എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. 2 ചുറ്റുകൾ നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യണം, കൂട്ടണം. നമ്പർ ഓഫ് ടേൺസ് അതായത് ചുറ്റുകളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്, കോർ യൂസ് ചെയ്യണം. കോർ എന്ത് ചെയ്യണം, പച്ചിരുമ്പ് എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. എന്താണ്, സോഫ്റ്റ് എയർ കോർ അല്ലെങ്കിൽ പച്ചിരുമ്പ് എന്ത് ചെയ്യണം, അവിടെ വെക്കണം. ആ സോളിനോയിഡിനകത്ത് എന്ത് ചെയ്യണം, പച്ചിരുമ്പ് വെക്കണം. അടുത്ത 4ാമത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കൂട്ടണം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കമ്പി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ഇതായിരുന്നു അല്ലേ. അപ്പം അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കനം കൂട്ടുന്നതിനെ പറയുന്ന പേരാണ്. അല്ലെങ്കിൽ അതിനൊരു നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് എന്താണ്, ഈ ഒരു പേനയിൽ അത്ര ഉണ്ടായിരുന്ന ഒരു സോളിനോയിഡിൻ്റെ വയറാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതിനെ ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഈ ഒരു പേന എൻ്റെ മാർക്കറിൻ്റെ അളവിനുള്ള അത്രയും ഉള്ള എന്ത് ചെയ്തു, വയർ ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഏരിയ അല്ലേ, അതിൻ്റെ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത്. ചുറ്റളവ് മൊത്തത്തിലുള്ള ചുറ്റിയുള്ള അളവ് എന്ത് ചെയ്യണം, കൂട്ടണം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ചുറ്റളവ് വർദ്ധിപ്പിക്കണം. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്താ ടെസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, in above activity what are the factors strength of the magnetic field of the solenoid. മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് എന്തൊക്കെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് കൂട്ടണം, നമ്പർ ഓഫ് ടേൺസ്, ആ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് വർദ്ധിപ്പിക്കണം. അടുത്തെന്താ പറയുന്നത്, ഒരു പച്ചിരുമ്പ് കോർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ സോഫ്റ്റ് ക്യാൻ കോർ യൂസ് ചെയ്യണം. അടുത്തെന്താ, ചുറ്റളവ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തിരിക്കണം, വർദ്ധിപ്പിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നുകൊണ്ട് ഇതെല്ലാം എന്തിൻ്റെ കേസിലാണ് പറഞ്ഞത്, ഒരു സോളിനോയിഡിൻ്റെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സോളിനോയിഡിനെ പറ്റിയും പഠിച്ചു. ഇതിന് മുന്നേ നമ്മൾ പഠിച്ചത് ഒരു ബാർ മാഗ്നറ്റ് ആണ്. ഈ ബാർ മാഗ്നറ്റും ഈ സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുമ്പോഴേക്കും ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹാഫ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. അടുത്ത ഒരു ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ചാപ്റ്ററിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിക്കണം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റ്. രണ്ടെന്ന് പറയുന്നത് സോളിനോയിഡ്. മലയാളത്തിൽ നമ്മൾ എന്താ പറയുന്നത്, സോളിനോയിഡ് എന്ന് പറയുന്നു. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു ബാർ മാഗ്നറ്റ്. ഒരു നോർത്ത് പോൾ ഉണ്ടായിരിക്കും, ഒരു സൗത്ത് പോൾ ഉണ്ടായിരിക്കും. നോർത്ത് ടു സൗത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ് എന്ന് പറയുന്നത്. എങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ് എന്ന് പറയുന്നത്, നോർത്ത് ടു സൗത്ത്. ഓക്കെ, നോർത്ത് ടു സൗത്തിലേക്കായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഈ സോളിനോയിഡിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പാണ്. അപ്പൊ അവിടെ കറണ്ടിന്റെ സപ്ലൈ കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും, ഓക്കെ, ഒരു കറണ്ടിന്റെ സപ്ലൈ ഞാൻ കൊടുത്തു. അവിടെ ഒരു ചുറ്റും എന്തുണ്ടാകുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നുണ്ട്. നോക്കിക്കേ, ഇപ്പൊ ഇതിനകത്തുണ്ടാകുന്ന
കാന്തത്തിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടോ മനസ്സിലായി. ഇത് നോർത്ത് ടു സൗത്തിലേക്കാണ് പോകുന്നത്. അകത്താണെങ്കിൽ നോർത്ത് ടു സൗത്ത് ആണ് പുറത്ത് പോകുന്നത്, അകത്താണെങ്കിൽ സൗത്ത് ടു നോർത്തും ആണ്. ഒന്നാമത്തെ പോയിന്റ്. ഇതെന്ന് പറയുന്നത് എന്താണ്? പെർമനന്റ്. ഇത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര കാന്തമാണ്. ഓക്കെ, അത് മനസ്സിലായി. സ്ഥിരകാന്തമാണ് ആര്? ബാർ മാഗ്നറ്റ് പറയുന്നത്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പററി ആണ്. ടെമ്പററി ആണ്, അതായത് താൽക്കാലികമാണ്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇതിന്റെ ഡയറക്ഷൻ എന്താണ്? നോർത്ത് ടു സൗത്തിലേക്കാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ സൗത്ത് ടു നോർത്ത്. അത് എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ചുറ്റികളുടെ എണ്ണം നമുക്ക് ഇതിന്റെ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ പറ്റൂല, പക്ഷെ ഇതിന്റെ കാന്തശക്തി എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാൻ പറ്റും. ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ്ഡ്. ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ആണ്. ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്, കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സർക്കിൾ ആകൃതിയിലുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് ആയിരിക്കും. ഇനി അടുത്ത എന്താ പറയുന്നത്? നോർത്ത് ടു സൗത്ത് എന്നുള്ള പോയിന്റ് പറഞ്ഞായിരുന്നു. ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കാന്തത്തിന്റെ ശക്തി കൂട്ടാൻ പറ്റത്തില്ല, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റത്തില്ല ബാർ മാഗ്നറ്റിന്. പക്ഷെ സോളിനോയിഡിനാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ച് തീർക്കാനായിട്ടുള്ളത്. ഇനി നമ്മളൊരു പുതിയൊരു ടോപ്പിക്കിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ വേറൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ സയൻസ് ടെക്കിന്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് 10ാം ക്ലാസ്സുകാരുണ്ട്, അവർക്കും അതോടൊപ്പം തന്നെ സ്കൂളിലെ ഗ്രൂപ്പുകളിലേക്കും നമ്മളെ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അതോടൊപ്പം ഒരു വാട്സാപ്പിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ സയൻസ് ടെക്കിലുണ്ട്. ആ ലൈവ് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ആ വാട്സാപ്പിൻ്റെ ആ ലിങ്കും കൂടെ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. താങ്ക് യു.